ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ കുട്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കൂടാതെ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇന്നത്തെ ഇതെന്ന് വെച്ചാൽ ചീനിക്കിഴങ്ങ് കേട്ടോ, ചീനിക്കിഴങ്ങ് പുഴുങ്ങുന്നതാണ് കേട്ടോ നമ്മുടെ ഒരു കുക്കിംഗ് വീഡിയോ. അപ്പോൾ വലിയ കാര്യമൊന്നുമല്ല, ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഈ ചീനിക്കിഴങ്ങ് നമ്മളൊക്കെ വല്ലപ്പോഴും കേട്ടോ ഉണ്ടാക്കുന്നത്, എപ്പോഴൊന്നും കിട്ടാനില്ല. പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഇതിന് നല്ല മധുരമാണല്ലോ. പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് ഭയങ്കര ഗുണമാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഫൈബറൊക്കെ ഉള്ളതുകൊണ്ട് നല്ലതാട്ടോ. അങ്ങനെ വേറെ ദോഷം ഇതൊന്നും ഇല്ല കേട്ടോ ഇത് കൊടുക്കുന്നതുകൊണ്ട്. അപ്പം നമ്മളിന്ന് വൈകുന്നേരമാണ് ചീനിക്കിഴങ്ങ് പുഴുങ്ങാമെന്ന് വെച്ചു. അപ്പോൾ ചീനിക്കിഴങ്ങ് ചിലവർ തൊലി പൊളിച്ചൊക്കെയാണ് പുഴുങ്ങുന്നത്. ഞാൻ പക്ഷേ കുറച്ചൊക്കെ പൊളിച്ചിട്ടുണ്ട്, കുറച്ചൊന്നും പൊളിച്ചിട്ടില്ല കേട്ടോ. പിന്നെ നല്ലതായിട്ട് മണ്ണുണ്ടായിരുന്നു, അപ്പം മണ്ണൊക്കെ കഴുകി വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയിട്ടാണ് അത് പൊളിച്ചത്. പിന്നെ ഇതാണ് നമ്മുടെ കുട്ടി അടുക്കള കേട്ടോ. അപ്പോൾ ലൈറ്റിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ട്, കാരണം ചെറിയ ഇത് ട്യൂബല്ല ഇട്ടിരിക്കുന്നത്, ചെറിയ ബൾബാണ് കേട്ടോ. അപ്പോൾ അത്രയും വെട്ടമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അതായത് ഞാനിപ്പോൾ കുക്ക് ചെയ്യുന്ന ഭാഗത്തേക്ക് അധികം വെട്ടം വരുന്നില്ല കേട്ടോ. അത് റിംഗ് ലൈറ്റോ കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പം ഉള്ളത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്ന വീഡിയോയാണേ. ഇഷ്ടപ്പെടുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ. ആകപ്പാടെ ഒരു ഫോണും ഒരു സ്റ്റാൻഡും മാത്രമുണ്ട്. പിന്നെ ഇത് നമ്മുടെ കുട്ടി അടുക്കള കേട്ടോ. വിറകടുപ്പാണ്, പിന്നെ ഗ്യാസും ഉണ്ട് കേട്ടോ. പക്ഷേ വിറകടുപ്പിൽ നമ്മൾ കൂടുതലും കുക്ക് ചെയ്യാറുണ്ട് കേട്ടോ. ഈ ചീനിക്കിഴങ്ങൊക്കെ നമ്മൾ വേവിക്കുന്ന ഗ്യാസിലാണ്, അല്ലാത്തതെല്ലാം നമ്മൾ വിറകടുപ്പിലാട്ടോ. ചിക്കനൊക്കെ കറി വെക്കുന്നത് നമ്മൾ ഇരുമ്പ് ചീനിച്ചട്ടിയൊക്കെ വെച്ചിട്ടാണ്, വിറകടുപ്പിലാണ്. ഇത് മദർ-ഇൻ-ലോ ആട്ടോ പുറകെ വന്നിരിക്കുന്നത് കേട്ടോ. അമ്മ എന്നോട് എന്തൊക്കെയോ പറഞ്ഞു, ഞങ്ങൾ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് കുക്ക് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പം വൈകുന്നേരം നമുക്ക് എന്നും എന്തെങ്കിലുമൊക്കെ ഒരു ഡിഷ് ഉണ്ടാക്കും കേട്ടോ. കാരണം ഉച്ചക്കത്തെ സെയിം കറികൾ കൂട്ടി വൈകുന്നേരം കഴിക്കാനായിട്ടൊരു മടി കേട്ടോ. ഒന്നെങ്കിൽ ഒരു പുതിയൊരു ഐറ്റം കാണും കറികൾ, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും കുക്ക് ചെയ്യും. ഇപ്പോൾ ചീനിക്കിഴങ്ങ് ഞാൻ പൊളിക്കും കേട്ടോ. അത്യാവശ്യം ഉണ്ടായിരുന്നു, എല്ലാവർക്കും വേണമല്ലോ. അപ്പം അത്യാവശ്യം ഉണ്ട്, പൊളിക്കുമായിരുന്നു കേട്ടോ. അപ്പം നിറയെ മണ്ണുണ്ടായിരുന്നേ. അപ്പം നല്ല രീതിയിൽ കഴുകിയിട്ടുണ്ട്, എന്നാലും അവിടെ ഇവിടെയൊക്കെ മണ്ണ് പറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗമൊക്കെ ഞാൻ നല്ലതായിട്ട് ചെത്തിക്കളയുമായിരുന്നേ. ഇതിൻ്റെ കൂടെ പിന്നെ ബെസ്റ്റായിട്ട് എനിക്ക് മുളക് കൂട്ടി തിന്നാനാണ് ഇഷ്ടം കേട്ടോ. നല്ല കാന്താരിയൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. നല്ല പച്ചമുളകും കുറച്ച് ഉള്ളിയും ഒക്കെ കൂടി ഇട്ട് പൊട്ടിച്ചാലും നല്ലതാണ് കേട്ടോ. പിന്നെ കറി കൂട്ടി തിന്നുന്നതിനോട് എനിക്ക് യോജിപ്പില്ല, മീൻ കറിയൊന്നും അത്രയ്ക്കൊരു ഇത് സെറ്റാകത്തില്ല. എപ്പോഴും മുളക് കൂട്ടി തിന്നുന്നതാണ് ചീനിക്കിഴങ്ങിനൂടെ സെറ്റാവുന്നത്. അപ്പം ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. എല്ലാം വൃത്തിയാക്കി ചിരണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാത്തിൻ്റെ ഒന്നും തൊലി പൊളിച്ചിട്ടില്ല, ആ മണ്ണൊക്കെ ഉള്ള ഭാഗത്തെ മാത്രമേ ഞാനത് നീക്കം ചെയ്തിട്ടുള്ളേ. അങ്ങനെ ചീനിക്കിഴങ്ങ് എല്ലാം കഴുകി വൃത്തിയാക്കി സെറ്റാക്കി കേട്ടോ. ഇനി അടുപ്പത്തോട്ട് മാറ്റിയാൽ മാത്രം മതി. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഗ്യാസിലാണ്, അത്യാവശ്യം വേവുണ്ട് ചീനിക്കിഴങ്ങിന്. അപ്പം നമ്മൾ ഇഡ്ഡലിത്തട്ടിൻ്റെ അകത്താട്ടോ ചീനിക്കിഴങ്ങ് പുഴുങ്ങാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പം ആവശ്യത്തിന് വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പയിൽ. വെള്ളം തിളച്ചതിന് ശേഷം ഇതങ്ങ് ഇടുക. ഇത് പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഭാരിച്ച കാര്യമൊന്നുമല്ല കേട്ടോ ചീനിക്കിഴങ്ങ് പുഴുങ്ങാനുള്ളത്. എളുപ്പമാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതാട്ടോ ഡിഷാണ്. അല്ല, ഉണ്ടാക്കിയാൽ മാത്രമല്ല ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപാരമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, മറ്റു ചിലർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നമ്മുടെ ഇഡ്ഡലി കുക്കറിൻ്റെ അകത്താണ് വെക്കുന്നത് കേട്ടോ. അപ്പം ഇതാ നമ്മുടെ ചീനിക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്താ ടേസ്റ്റ് അല്ലേ, എനിക്ക് അടിപൊളി കേട്ടോ. എനിക്ക് രാത്രിയിലൊക്കെ കഴിക്കുന്നത് സൂപ്പറാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ, ടേക്ക് കെയർ.